ഈ കിലുകിലാ സൗണ്ട് കേൾക്കുന്നത് വേറെ ഒന്നിൻ്റെ അല്ല കേട്ടോ, നല്ല കിട്ടിലും ചക്ക വറുത്തതിൻ്റെയാണ്. മഴ പെയ്ത് വെള്ളം കയറിയ പിന്നെ ചക്കയുടെ ആ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അതിനു മുമ്പ് ചക്ക വറുത്തത് എന്നൊരു പൂതി മനസ്സിൽ കയറിയിട്ട് നാളെ കുറച്ചായിട്ടോ. അപ്പോൾ അതിനുള്ള പറ്റിയ ദിവസം ഇന്ന് തന്നെയാണ്. അങ്ങനെ വെയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ ഒരു ചക്ക അങ്ങ് ഇട്ടു. മൂത്തതാണോ പഴുത്തതാണോ എന്നൊന്നും അറിയാതെയാണ് കേട്ടോ ചക്ക ഇട്ടത്. പക്ഷെ നല്ല പാകത്തിനുള്ള മൂപ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ വെട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ അതൊക്കെ നന്നാക്കി എടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പണി കഴിഞ്ഞു. പിന്നെ വറുക്കൽ പരിപാടിയായിരുന്നു കേട്ടോ. വിറകടുപ്പിൽ ഒരു കുഞ്ഞുരുളിയിൽ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ 3 ബാച്ചസ് ആയിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. അങ്ങനെ വിറകടുപ്പ് കത്തിക്കലും ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ വെളിച്ചെണ്ണ ചൂടായിട്ട് മാത്രമേ നമ്മൾ ചക്ക ഇടാൻ പാടത്തുള്ളൂ കേട്ടോ. വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഇത് വറുത്തെടുക്കാൻ പാടുള്ളൂ. ഒരു പകുതി പാകമാകുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം കൂടി അങ്ങ് തെളിച്ചു കൊടുക്കുക. അന്നേരം ഒരു പൊട്ടിത്തെറിയൊക്കെ അങ്ങോട്ട് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്കതങ്ങോട്ട് നല്ല പോലെ അങ്ങ് കോരിയെടുക്കാം. കുറച്ചധികം കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വറുക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. വീടിന് ചുറ്റും നല്ല അടിപൊളി ചക്ക വറുത്തതിൻ്റെ മണമായിരുന്നു കേട്ടോ. അങ്ങനെ കറുമുറ ചക്ക തിന്നാനായിട്ട് ഞാനും എൻ്റെ മക്കളും കൊതിച്ചങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. വറുത്തെടുക്കലും തിന്നലും ഒക്കെ ഒന്നിച്ചായിരുന്നു. അങ്ങനെ നല്ല ചൂട്ടോടെ വറുത്ത് കോരിയെടുത്ത ചക്ക കറുമുറാന്ന് കടിച്ച് തിന്നാനൊരു വല്ലാത്ത കൊതി തന്നെയാണല്ലേ. അടുപ്പത്തുനിന്ന് കോരി മാറ്റിയ വഴിക്ക് തിന്നുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ല ചൂട് കട്ടനും നല്ല അടിപൊളി ചക്ക വറുത്തതും കൂട്ടി എല്ലാവരും ചായ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ചക്ക വറുത്തത് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് സ്വാദില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നാടൻ രീതിയിൽ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. ചില സീസണിൽ മാത്രം കിട്ടുന്ന ഇങ്ങനെയുള്ള ഐറ്റംസിനോട് എല്ലാവർക്കും ഒരു കൊതി തന്നെയാണല്ലേ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.